ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ഓൾ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ പുതിയ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്നുള്ള അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്ററിനെ കുറിച്ചാണ്. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോകളിലൂടെയായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നേരെ നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്നുള്ളതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്. Liquidation or winding up is a legal term and refers to the procedure through which the affairs of the company are wound up by law. ലിക്വിഡേഷൻ്റെ മീനിങ് ആണ് പറയുന്നത്. ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ഈസ് എ ലീഗൽ ടേം, ഒരു ലീഗൽ ടേം ആണ്. ആൻഡ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ ത്രൂ വിച്ച് ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ എല്ലാ പ്രൊസീജിയറുകളും എല്ലാ നടപടിക്രമങ്ങളും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ആർ വൗണ്ട് അപ്പ് ബൈ ലോ, നിയമം വഴി ഇല്ലാതെയാവുക അല്ലെങ്കിൽ പിരിച്ചുവിടുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് ലിക്വിഡേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. Winding up of the company has been defined as the process whereby its life is ended and its property is administered for the benefit of its creditors and members. Winding up എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, it is the process whereby its life is ended. ഒരു കമ്പനി അതിൻ്റെ ലൈഫ് അവസാനിപ്പിക്കുന്നു. And its property is administered for the benefit of its creditors and members. നിലനിൽക്കുന്ന കമ്പനിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് അവസാനിപ്പിക്കുന്ന ഈ കമ്പനിയുടെ എല്ലാ സ്വത്തുവകകളും അതിൻ്റെ മെമ്പേഴ്സിന് അതല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റിനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ആൻ അഡ്മിനിസ്ട്രേറ്റർ കാൾഡ് ദ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ആൻഡ് ഹീ ടേക്സ് ദ കൺട്രോൾ ഓഫ് കമ്പനി. ഇതെല്ലാം കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി, കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനും അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും വീതിച്ച് നൽകുന്നതിനൊക്കെ ആയിട്ട് അതിൻ്റെ ഭരണനിർവഹണം നടത്തുന്ന ഒരു വ്യക്തിയെയാണ്, അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡേറ്റർ. ഹീ ടേക്സ് ദ കൺട്രോൾ ഓഫ് ദി കമ്പനി. വൈൻഡിങ് അപ്പിന് ശേഷമുള്ള കമ്പനിയുടെ എല്ലാ കൺട്രോളും അയാളിൽ നിക്ഷിപ്തമായിരിക്കും. കളക്ട്സ് ഇറ്റ്സ് അസറ്റ്, അതിൻ്റെ അസറ്റുകൾ കളക്ട് ചെയ്യുന്നു. പേ ഇറ്റ്സ് ഡെപ്റ്റ്, അതിൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുന്നു. ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട്സ് എനി സർപ്ലസ്. ഇതെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം, അസറ്റുകൾ കളക്ട് ചെയ്ത് അതിൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, എനി സർപ്ലസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ റൈറ്റ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ അത് വിതരണം ചെയ്തു. ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എങ്ങനെയാണോ, അവരുടെ വിഹിതം, അവർക്ക് അർഹതപ്പെട്ട വിഹിതം എന്താണോ അത് അതിൽ നിന്ന് നൽകുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ. വിവിധ തരത്തിലുള്ള ലിക്വിഡേഷനുകൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ലിക്വിഡേഷൻ പറയുന്നത്. ഒന്നാമത്തത് കമ്പൽസറി വൈൻഡിങ് അപ്പ് ആണ്, രണ്ടാമത്തത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്, മൂന്നാമത്തത് വൈൻഡിങ് അപ്പ് ബൈ സൂപ്പർവിഷൻ ബൈ കോർട്ടാണ്. ഓക്കെ, ഇനി ഓരോ മോഡും എന്താണ് എന്നുള്ള എടുത്ത് പരിശോധിക്കാം നമുക്ക്. വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട്. കോടതിയുടെ നിർബന്ധപ്രകാരം, കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്പനി പിരിച്ചുവിടേണ്ട സാഹചര്യത്തിനെയാണ് വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട് എന്ന് പറയുന്നത്. താഴെ പറയുന്ന രീതിയിലൊക്കെ അത് സംഭവിക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് കോടതിയോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഉത്തരവ് തരണമെന്ന്. കമ്പനിക്ക് അങ്ങനെ ചെയ്യാം. കമ്പനി കോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം വൈൻഡപ്പ് ചെയ്യും. ഡിഫാൾട്ട് ഇൻ ഹോൾഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ഒരു കമ്പനിയിൽ നിർബന്ധമായിട്ടും നടന്നിരിക്കേണ്ട നിയമപരമായ പല മീറ്റിങ്ങുകളുമുണ്ട്. ഈ മീറ്റിങ്ങുകൾ നടത്തുന്നതിൽ, കണ്ടക്ട് ചെയ്യുന്നതിൽ കമ്പനി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഡിഫാൾട്ട് സംഭവിച്ചാൽ കോർട്ട് ഇടപെട്ടുകൊണ്ട് കമ്പനിയെ പ്രവർത്തനം നിർത്താൻ പറയും. അതുപോലെ തന്നെ ഫെയിലിയർ ടു കമൻസ് ബിസിനസ്. ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കമ്പനി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴും കോർട്ട് ഇടപെടും. റിഡക്ഷൻ ഇൻ മെമ്പർഷിപ്പ്. മിനിമം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 7 പബ്ലിക് കമ്പനിക്ക് വേണ്ടത്, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് 2 ആണ് വേണ്ടത്. ഈ മിനിമം കോട്ട തികയ്ക്കാൻ ഒരു കമ്പനിക്ക് കഴിയാത്ത പക്ഷം കോടതി ഇടപെട്ടുകൊണ്ട് കമ്പനി പിരിച്ചുവിടാൻ പറയും. ഇനബിലിറ്റി ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്സ്. അതിൻ്റെ ഡെപ്റ്റുകൾ, കമ്പനിയുടെ കടം കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാലും പറയും. ഡിമാൻഡ് ഫോർ പേയ്മെൻറ്റ് നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. ഡിക്രീഡ് ഡെപ്റ്റ് അൺസാറ്റിസ്ഫൈഡ്. ദെൻ കൊമേഴ്ഷ്യൽ ഇൻസോൾവൻസി. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടാനുള്ള കടക്കാരൻ അൺസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും,
കോടതി ഇടപെട്ടുകൊണ്ട് വേണമെങ്കിൽ ഈ കമ്പനി പിരിച്ചുവിടാൻ പറയും. അതുപോലെ തന്നെ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റബിൾ നിയമവും നീതിയും തുല്യതയും ഒക്കെ ഉറപ്പുവരുത്തി എന്ന സാഹചര്യത്തിൽ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോഴും കമ്പനി പിരിച്ചുവിടലാണ് ഉത്തമം എന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പനി പിരിച്ചുവിടാൻ പറയും. എങ്ങനെയെന്ന് വെച്ചാൽ സബ്സ്റ്റാർട്ടം ഓഫ് ദി കമ്പനി ഈസ് ഗോൺ, മെജോറിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡർ യൂസിങ് പവേഴ്സ് അൺഫെയർലി, ഡെഡ്ലോക്ക് ഇൻ ദി മാനേജ്മെൻറ്റ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനി അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോയി പരാജയപ്പെടുക, അതല്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുക, അൺഫെയർ ആയിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ നിയമവും നീതിയും അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് ആ കമ്പനി പിരിച്ചുവിടലാണ് എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും കോടതി ഇടപെട്ടുകൊണ്ട് പിരിച്ചുവിടും. ഈ ഒരു തലത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട് എന്ന് പറയുന്നത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം, കോർട്ടിൻ്റെ ഉത്തരവ് പ്രകാരം കമ്പനി വൈൻഡപ്പ് ചെയ്യുക. ദ നെക്സ്റ്റ് മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് മീൻസ് വൈൻഡിങ് അപ്പ് ബൈ ദി മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി വിതൗട്ട് ഇൻ്റർഫിയറൻസ് ഓഫ് ബൈ കോർട്ട്. കോടതിയുടെ ഇടപെടലുകളൊന്നുമില്ലാതെ കമ്പനി തന്നെ സ്വമേധയാ തീരുമാനിക്കുകയാണ് നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഇതിനെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് വൈൻഡിങ് അപ്പ് ഈസ് ടു സെറ്റിൽ ദെയർ അഫയേഴ്സ് വിതൗട്ട് ഗോയിങ് ടു ദി കോർട്ട് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോകാതെ തന്നെ അവരുടെ എല്ലാ ഇടപാടുകളും തീർത്തുകൊണ്ട് അവർ വൈൻഡപ്പ് ചെയ്യാൻ തയ്യാറാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദ കമ്പനി മേ വൗണ്ട് അപ്പ് വോളണ്ടറിലി ടു വേ ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ, ബൈ പാസിംഗ് ആൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി ഉള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടോ, അതല്ലെങ്കിൽ ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഒരു 2/3 മെജോറിറ്റി ഉള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടോ കമ്പനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വൈൻഡിങ് അപ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിനെയാണ് വോളണ്ടറിലി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് ആണ് വൈൻഡിങ് അപ്പ് സബ്ജക്റ്റ് ടു ദി സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. Winding up of a company subject to the supervision of the court presupposes a voluntary winding up of the company at any time after a company passed a winding up. The court may make an order that voluntary winding up shall be continued but subject to the supervision of court. വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് നടക്കുന്നത്, പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇത്തരം വൈൻഡിങ് അപ്പുകൾ നടക്കുന്നത്. കമ്പനി നടത്തുന്നത് കമ്പനി തന്നെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട്, കോർട്ടിൻ്റെ സൂപ്പർവിഷനിലായിരിക്കും ഇത്തരം വൈൻഡിങ് അപ്പ് നടക്കുന്നത്. ഇതിനെയാണ് വൈൻഡിങ് അപ്പ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി കോർട്ട് എന്ന് പറയുന്നത്. ദ കോർട്ട് മേ ഗിവ് സച്ച് എ ലിബർട്ടി ടു ക്രെഡിറ്റേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അതർ ടു അപ്ലൈ ടു ആസ് ഇറ്റ് തിങ്സ്. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റേഴ്സിന് അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടേഴ്സിനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. പെറ്റീഷൻ ഫോർ ദി കണ്ടിന്യൂവൻസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് സബ്ജക്റ്റ് ടു ദി സൂപ്പർവിഷൻ ഓഫ് കോർട്ട് ഈസ് ഡീംഡ് ടു ബി എ പെറ്റീഷൻ ഓഫ് വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട്. ഇവിടെ വൈൻഡിങ് അപ്പ് സൂപ്പർവിഷനിലാവണം എന്നുള്ളത്, കോടതിയുടെ സൂപ്പർവിഷനിലാവണം എന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട് അത് ആക്സെപ്റ്റ് ചെയ്യും. മാത്രമല്ല അത് വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ടിനെ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർവിഷനോട് കൂടി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, 3 രീതിയിലാണ് ഒരു കമ്പനി പ്രധാനമായിട്ടും വൈൻഡപ്പ് ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സ് ഫോർ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയറുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, ആദ്യം വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പെറ്റീഷൻ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, അത് പരസ്യപ്പെടുത്തണം. പവർ ഓഫ് കോർട്ട് ടു സ്റ്റേ ഓർ റിസ്ട്രെയിൻ പ്രൊസീഡിങ് എഗെയിൻസ്റ്റ് കമ്പനിയുടെ എല്ലാ പ്രൊസീഡിങ്സും നിർത്തിവെക്കാനും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുമുള്ള പവർ കോർട്ടിനുണ്ടായിരിക്കുന്നതാണ്. ഇൻറ്റിമേഷൻ ടു ലിക്വിഡേറ്റർ ഓർ രജിസ്ട്രാർ. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം ഒന്നുകിൽ ലിക്വിഡേറ്റർ, വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ലിക്വിഡേറ്ററെയും അതുപോലെ തന്നെ രജിസ്ട്രാറെയും അറിയിക്കേണ്ടതുണ്ട്. കോപ്പി ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി ഫയൽഡ് വിത്ത് രജിസ്ട്രാർ. എല്ലാം കഴിഞ്ഞതിന് വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുക. ഇത്രയുമാണ് വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആൻ ഓഫീസർ കാൾഡ് എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ആൻഡ് ഹി ടേക്സ് ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ലിക്വിഡേറ്റർ എന്ന പേരുള്ള ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അയാൾക്കായിരിക്കും വൈൻഡിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള കമ്പനിയുടെ എല്ലാ ഭരണ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഹി മേ ബി അപ്പോയിൻറ്റഡ് ബൈ ഹൈക്കോർട്ട് മെമ്പേഴ്സ് ഓർ ബൈ ദി ക്രെഡിറ്റേഴ്സ് ആസ് ദ കേസ് മേ ബി. ഈ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വൈൻഡിങ് അപ്പ് ബൈ കോർട്ടാണെങ്കിൽ കോടതി ആയിരിക്കും. വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ് എങ്കിൽ മെമ്പേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ ചേർന്ന് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്.
The powers of the board of directors will cease and will now vest in the liquidator. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ, കമ്പനിയുടെ പ്രധാനപ്പെട്ട ബോഡി ആയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ അധികാരങ്ങളും എല്ലാ പവറുകളും സീസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തടയപ്പെടുന്നു, അവിടെ നിർത്തിവെക്കപ്പെടുന്നു. അതിനുശേഷമുള്ള എല്ലാ അധികാരങ്ങളും ലിക്വിഡേറ്ററുടെ കയ്യിൽ ആയിരിക്കും ഉണ്ടാവുന്നത്. വൈൻഡിങ് അപ്പ് ഓർഡർ ഓർ റെസൊല്യൂഷൻ ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ഓപ്പറേറ്റ് ആസ് എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ടു ആൾ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ എന്ന് പറയുന്നത് കമ്പൽസറി വൈൻഡിങ് അപ്പിൽ കോടതിയുടെ ഒരു ഉത്തരവ്, അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പിൽ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഷാൾ ഓപ്പറേറ്റ് ആസ് എ നോട്ടീസ് ഓഫ് ഡിസ്ചാർജ് ടു ആൾ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മുഴുവൻ മെമ്പേഴ്സിനും അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവാനുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ്. ദെൻ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ആർ കാൾഡ് കോൺട്രിബ്യൂട്ടറീസ്. പിന്നീട് അയാളെ മെമ്പർഷിപ്പിൽ നിന്ന് ഇല്ലാതെയാവുകയും അയാളെ വിളിക്കുന്ന പേര് കോൺട്രിബ്യൂട്ടറീസ് എന്നുള്ളതാണ്. കോൺട്രിബ്യൂട്ടറി എന്താണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പറയും. ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡേറ്റർ ഓഫ് ദി കമ്പനി വിൽ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ഹു മെയ്ഡ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ദ അസറ്റ് ഓഫ് ദി കമ്പനി ഇൻ കേസ് അസറ്റ് ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ക്ലൈംസ് ഓഫ് വേരിയസ് ക്ലൈമൻസ്. എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റർ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആരുടെ ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഹു ബി മെയ്ഡ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ് ഓഫ് ദി കമ്പനി ഇൻ കേസ് അസറ്റ് ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ക്ലൈംസ് ഓഫ് വേരിയസ് ക്ലൈമൻസ്. നമ്മളുടെ കമ്പനി പിരിച്ചുവിടുമ്പോൾ പല ആളുകൾക്കും പലതും കൊടുത്തു തീർക്കാനുണ്ടാവും. ആ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി നമ്മളുടെ അസറ്റ്, കമ്പനിയുടെ അസറ്റ് മതിയാവാതെ വന്നാൽ അതിലേക്ക് അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി അതിലേക്ക് ആരൊക്കെയാണോ വിഹിതം കൊടുക്കാൻ അർഹതയുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് ആരൊക്കെയാണോ വിഹിതം കൊടുക്കേണ്ടതുള്ളത്, അവരെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവകാശമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അസറ്റിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ടാണ് പ്രധാനമായിട്ടും വരിക. അത്തരം ആളുകളെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അത്തരം ആളുകളുടെ ലിസ്റ്റ് അയാൾ തയ്യാറാക്കുന്നു. ഒരു കമ്പനി പിരിച്ചുവിടുമ്പോൾ അതിൻ്റെ എല്ലാ അസറ്റുകളും വിറ്റൊഴിവാക്കിയിട്ട് അതിൻ്റെ ലയബിലിറ്റികൾ കൊടുത്തു തീർക്കലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അസറ്റ് ഒഴിവാക്കിയിട്ടും അതിൻ്റെ ബാധ്യത തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ആരൊക്കെയാണോ അതിലേക്ക് വിഹിതം കൈമാറാൻ അർഹതയുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ട ആളുകൾ, അവരെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഇൻ കേസ് ദർ ഇസ് എ സർപ്ലസ് ഇൻ ദി അസറ്റ്. ഇനി അതല്ല, അസറ്റ് എല്ലാം വിറ്റിട്ട് എന്തെങ്കിലും സർപ്ലസ് ഉണ്ട് അല്ലെങ്കിൽ അധികമായിട്ടുണ്ട്, എല്ലാ ലയബിലിറ്റിയും കൊടുത്തു തീർത്തിട്ട് അധികമായിട്ടുണ്ട് എങ്കിൽ ദ ലിക്വിഡേറ്റർ ഓഫ് ദി കമ്പനി വിൽ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദോസ് മെമ്പേഴ്സ്. ലിക്വിഡേറ്റർ വീണ്ടും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ദോസ് മെമ്പർ ഹു ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ ദിസ് സർപ്ലസ്. ആർക്കെല്ലാമാണോ ഈ സർപ്ലസ് ഉള്ള എമൗണ്ട്, ഈ അധികം വന്ന എമൗണ്ട്, ഈ ബാക്കി വന്ന എമൗണ്ട് ആർക്കെല്ലാമാണോ വീതിച്ച് നൽകേണ്ടത് അവരുടെ ലിസ്റ്റും ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ദെൻ ലിക്വിഡേറ്റർ ഓഫ് ദി കമ്പനി വിൽ കളക്ട് ആൻഡ് റിയലൈസ് ഇറ്റ്സ് അസറ്റ്. ലിക്വിഡേറ്റർ ആ കമ്പനിയുടെ എല്ലാ അസറ്റുകളും കളക്ട് ചെയ്യും. ആൻഡ് റിയലൈസ്, അത് വിറ്റ് പൈസയാക്കും. and distribute the proceeds among right claimants as per the procedure of the law. നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് എങ്ങനെയാണോ ഈ അസറ്റ് വിറ്റിട്ട് പേയ്മെൻറ്റ് ആർക്കെല്ലാമാണോ കൊടുക്കാനുള്ളത്, ആർക്കൊക്കെ അവകാശപ്പെട്ടതാണോ കൊടുക്കാനുള്ളത് അവർക്കൊക്കെ അത് കൊടുത്തു തീർക്കും. ദെൻ വൈൻഡിങ് അപ്പ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡിസൊല്യൂഷനിലേക്കാണ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനി ഇല്ലാതെ ആവുന്നതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ദ കമ്പനീസ് ലൈഫ് വിൽ കം ടു എൻ എൻഡ്. കമ്പനിയുടെ ലൈഫ് ഒരു എൻഡിലെത്തും. ഇറ്റ് വിൽ ബി നോ മോർ ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. പിന്നീട് അതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള ഒരു പരിഗണന കിട്ടുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡേറ്ററുടെ പണി അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ദി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ദെൻ കോൺട്രിബ്യൂട്ടറി ആരാണെന്ന് നോക്കാം നമുക്കൊന്നും കൂടെ. എ കോൺട്രിബ്യൂട്ടറി ഈസ് എവറി പേഴ്സൺ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ് ഓഫ് ദി കമ്പനി ഇൻ ദ ഇവൻറ്റ് ടു ബി ഓഫ് ഇറ്റ് ബീയിങ് വൗണ്ട് അപ്പ്. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റിലേക്ക് ആരെല്ലാമാണോ വിഹിതം കൊടുക്കാൻ അവകാശപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കൊടുക്കൽ ലയബിൾ ആയിട്ടുള്ള ആളുകൾ, അതിന് ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ആരാണോ അവരെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. ഇൻക്ലൂഡ്സ് എ ഹോൾഡർ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. ഒരു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഉള്ള ആള്
പിന്നെ കൈവശം വെച്ചിട്ടുള്ള ആൾ കോൺട്രിബ്യൂട്ടറി ലിസ്റ്റിൽ വരും. ആൻഡ് ആൾസോ എനി പേഴ്സൺ അലൈഡ് ടു ബി എ കോൺട്രിബ്യൂട്ടറി. ഇനി അതല്ലാതെ ആരെല്ലാമാണോ കോൺട്രിബ്യൂട്ടറി എന്ന ലിസ്റ്റിൽ വരുന്നത് അവരെല്ലാം കോൺട്രിബ്യൂട്ടറീസ് ആണ്. എ കോൺട്രിബ്യൂട്ടറി ക്യാൻ ബി എയ്തർ എ പ്രസൻറ്റ് മെമ്പർ ഓർ എ പാസ്റ്റ് മെമ്പർ. ഒന്നുകിൽ അയാൾ ഒരു നിലവിലുള്ള കമ്പനിയുടെ മെമ്പർ ആവാം, അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് മെമ്പർ ആവാം, മുൻകഴിഞ്ഞു പോയ കാലത്ത് കമ്പനിയുടെ മെമ്പറായ ആളാവാം. ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി പിരിച്ചുവിടുമ്പോൾ അതിൻ്റെ അസറ്റ് ബാധ്യത തീർക്കുന്നതിന് വേണ്ടി മതിയാകാതെ വന്നാൽ അതിലേക്ക് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളുകളെയാണ് കോൺട്രിബ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ടറി എന്ന് പറയുന്നവർ മെമ്പർമാരാണ്. കമ്പനിയുടെ പ്രസൻറ്റ് മെമ്പറോ പാസ്റ്റ് മെമ്പർമാരോ ആയിട്ടുള്ള ആളുകളായിരിക്കും ആവുന്നത്. നെക്സ്റ്റ്, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. എങ്ങനെയാണ് അസറ്റുകൾ വിറ്റ് കിട്ടുന്ന പൈസ ലിക്വിഡേറ്റർ വീതം വെച്ച് കൊടുക്കേണ്ടത്, അതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി അസറ്റ് നോട്ട് സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ്. സ്പെസിഫിക്കലി പ്ലഡ്ജ്ഡ് അല്ലാത്ത എമൗണ്ടുകൾ കിട്ടുന്ന അസറ്റിൻ്റെ എമൗണ്ടുകൾ കിട്ടുന്ന എമൗണ്ട്. ദ എമൗണ്ട്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി കോൺട്രിബ്യൂട്ടറി. കോൺട്രിബ്യൂട്ടറികൾ കൊടുക്കുന്ന എമൗണ്ട് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദ ലിക്വിഡേറ്റർ ഇൻ ദ ഫോളോയിങ് ഓർഡർ. താഴെ പറയുന്ന ഓർഡറിലാണ് ഇത് കൊടുത്തു തീർക്കേണ്ടത്. ഒരു കമ്പനി പിരിച്ചുവിടുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വിഭാഗങ്ങൾക്ക് പൈസ കൊടുത്തു തീർക്കാനുണ്ടാവും. അത് ആരെയാണോ ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്നുള്ള ഓർഡറാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പെൻസ് ഓഫ് ദി വൈൻഡിങ് അപ്പ് ഇൻക്ലൂഡിംഗ് ദി ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ആദ്യം എടുക്കേണ്ടത് വൈൻഡിങ് അപ്പിൻ്റെ എക്സ്പെൻസ് ആണ്, ഇൻക്ലൂഡിംഗ് ദി ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ലിക്വിഡേറ്റർക്ക് കോർട്ട് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ ഉണ്ടാവും. ആ റെമ്യൂണറേഷനാണ് ആദ്യമായിട്ടും മാറ്റിവെക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ബൈ ദി ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റിലെ ഫ്ലോട്ടിംഗ് ചാർജിൽ സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ പുറത്ത് ഗ്യാരണ്ടിയുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ആ ക്രെഡിറ്റേഴ്സിൻ്റെ പൈസയാണ് രണ്ടാമത് കൊടുത്തു തീർക്കേണ്ടത്. മൂന്നാമത്തത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്, മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ക്രെഡിറ്റേഴ്സ്. നമ്മൾ പറയും എന്താണെന്നുള്ളത്. നാലാമത് കൊടുത്തു തീർക്കേണ്ടത് അൺസെക്വേർഡ് ക്രെഡിറ്റർ ആണ്. സെക്വേർഡ് അല്ലാത്ത ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ചാർജിൽ സെക്വേർഡ് അല്ലാത്ത അസറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഇല്ലാത്ത ക്രെഡിറ്റേഴ്സ്. ദെൻ ദ സർപ്ലസ് ഇഫ് എനി. ഇനി അതിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എമംഗ് ദ കോൺട്രിബ്യൂട്ടറീസിനാണ് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം എന്നുള്ളത്. എന്താണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ് ആരാണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഓൾ റവന്യൂസ്, ടാക്സസ്, സെസ് ആൻഡ് റൈറ്റ്സ് പേയബിൾ ടു ദി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി വിൽ ബി ട്രീറ്റഡ് ആസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. എല്ലാ റവന്യൂ, അതുപോലെ തന്നെ ടാക്സ്, സെസ്, റൈറ്റ്സ് പേയബിൾ ടു ദി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ലോക്കൽ അതോറിറ്റി, എക്സാമ്പിൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള സംവിധാനങ്ങളിലേക്കോ എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ട് എങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബിക്കം ഡ്യൂ വിത്തിൻ 12 months ബിഫോർ ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ 12 മാസം മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ വരെയുള്ള ഡ്യൂസ് ഉണ്ട് എങ്കിൽ ആ ഡ്യൂസിനെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ടാണ് പരിഗണിക്കുക. ആ ഡ്യൂസാണ് ഫസ്റ്റ് കൊടുത്തു തീർക്കേണ്ട പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊന്ന് പറയുന്നത് 4 months സാലറി ആൻഡ് വേജസ്. 4 മാസത്തെ സാലറി അല്ലെങ്കിൽ വേജ് ഡ്യൂ ടു ദി എംപ്ലോയീസ് ഓഫ് ദി കമ്പനിയുടെ എംപ്ലോയീസിന് ഡ്യൂ ആയി നിൽക്കുന്നത് കൊടുക്കാനുണ്ട്. വിൽ ബി ട്രീറ്റഡ് ആസ് പ്രിഫറൻഷ്യൽ പ്രിഫറൻഷ്യൽ അതിന് പ്രിഫറൻഷ്യലായിട്ട് മുൻഗണനയുള്ള രീതിയിലാണ് പരിഗണിക്കേണ്ടത്. പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബിക്കം ഡ്യൂ വിത്തിൻ 12 months. വിത്തിൻ 12 month ആയിട്ട് അത് ഡ്യൂ ആയി കിടക്കുകയാണ് അത്തരം സാലറി വേജുകൾ. ബിഫോർ ദി ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ ഡേറ്റിന് മുന്നേയുള്ള സാലറി. മാക്സിമം ഓഫ് ₹20,000 വിൽ ബി ട്രീറ്റഡ് ആസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ഇവിടെ ഈ വേജ് ആൻഡ് സാലറി എന്നുള്ള ഹെഡിൽ നോക്കുമ്പോൾ 20,000 മാക്സിമം ആയിട്ടാണ് പരിഗണിക്കുന്നത്. മാക്സിമം 20,000 രൂപ വരെ ഉള്ളതിനെ നമ്മൾ എന്ത് പരിഗണിക്കും? പ്രിഫറൻഷ്യൽ ആയിട്ട് പരിഗണിക്കും. ആൾ അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ പേയബിൾ ടു ആൻ എംപ്ലോയി ഡ്യൂ ടു ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ്. ഒരാളുടെ അയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കാരണം അക്രൂഡ് ഹോളിഡേ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ലീവ്, സാലറി പോലുള്ള സംഭവങ്ങളുണ്ട് എങ്കിൽ ഹോളിഡേ റെമ്യൂണറേഷൻ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡ്യൂ ഉണ്ടെങ്കിൽ അതും എന്തായിട്ട് പരിഗണിക്കും? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പരിഗണിക്കേണ്ടത്. പേഴ്സൺ ഹു അഡ്വാൻസ് മണി ഫോർ മേക്കിംഗ് ദ പേയ്മെൻറ്റ് അണ്ടർ 1 and 3 മെൻഷൻ എബോവ് വിൽ ബി ട്രീറ്റഡ് ആസ് പ്രിഫറൻഷ്യൽ. ഇനി പിന്നെ ഈ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സാലറി, അതുപോലെ തന്നെ ഹോൾഡർ റെമ്യൂണറേഷൻ, ഈ കാര്യത്തിന് ആരെങ്കിലും അഡ്വാൻസ് ആയിട്ട് കമ്പനിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ആരെങ്കിലും അഡ്വാൻസ് ആയിട്ട് കമ്പനിക്ക് പണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും പ്രിഫറൻഷ്യൽ ആയിട്ടാണ് പരിഗണിക്കുക. ദെൻ എനി സം
പേയബിൾ ബൈ ദി കമ്പനി അണ്ടർ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ അതും പരിഗണിക്കേണ്ടത് പ്രിഫറൻഷ്യൽ ആയിട്ടാണ്. എംപ്ലോയീസിന് കൊടുക്കാനുണ്ടെങ്കിൽ കോമ്പൻസേഷൻ പേയബിൾ ബൈ ദി കമ്പനി അണ്ടർ ദ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും കോമ്പൻസേഷനുകൾ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ പ്രിഫറൻഷ്യലാണ് പരിഗണിക്കുന്നത്. എനി സം പേയബിൾ ബൈ ദി കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് ഫ്രം എ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട് ഓർ എനി അതർ ഫണ്ട് മെയിൻറ്റെയിൻ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എംപ്ലോയി. എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട് പോലുള്ളതിൽ കൊടുക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ ഇതിനെയും നമ്മൾ പ്രിഫറൻഷ്യലായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഓർഡറാണ് പറഞ്ഞത്. ഓർഡർ പറഞ്ഞതിൽ പിന്നെ ആദ്യം കൊടുക്കേണ്ടത് വൈൻഡിങ് അപ്പിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ റെമ്യൂണറേഷനുമാണ്. രണ്ടാമത് കൊടുക്കേണ്ടത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. മൂന്നാമത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ് പറഞ്ഞത്. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ ആരെല്ലാം വരുമെന്നാണ് ഈ ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.